കോൺഗ്രസ് ഭരണത്തിലേക്ക് തിരിച്ചു വരുന്ന കാലം അതിവിദൂരത്തല്ല. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി പദത്തിൽ അവരോധിക്കപ്പെടുന്ന കാലവും ദൂരത്തല്ല. മതേതര ജനാധിപത്യത്തിന്റെ വസ്തു വിരിയിക്കാനുള്ള കോൺഗ്രസിന്റെ അശ്രാന്ത പരിശ്രമങ്ങൾക്കും ആത്യന്തിക പോരാട്ടങ്ങൾക്കും ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നുവെന്ന് ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. ലോകം അതിനായി ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു. ആസാദ് ഹിമാചലും പരന്നു കിടക്കുന്ന ഇന്ത്യയിൽ കോൺഗ്രസിന്റെ പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉയർക്കൊള്ളുന്നത് കാണാൻ ജനകൂടികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉദ്ബുദ്ധരായ ജനകൂടികൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും സഖ്യകക്ഷികൾക്കും നൽകിയ നിസ്സീമമായ പിന്തുണയ്ക്ക് അത്യന്തം തിളക്കവും അതീവ ചാരുതയുമുണ്ട്. ജനാധിപത്യത്തിന്റെ മഹാസൗധങ്ങൾക്കും ഭരണഘടനയുടെ മതേതര സങ്കല്പങ്ങൾക്കും നൽകപ്പെടുന്ന ഈ ബഹുജന പിന്തുണ ഉണ്ടാക്കുന്ന കരുത്തും കാന്തിയും ഇന്ത്യയുടെ നാളിതുവരെയുള്ള ചരിത്രത്തിൽ മഹത്തായ ഒരു നാഴികക്കല്ലായി മാറുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെമ്പാടുമുള്ള ജനകൂടികൾ വിലമതിക്കാനാവാത്ത മഹത്തായ നിധിയാണ്. നിലനിൽപ്പിനുള്ള അനുസ്യൂത ഊർജ്ജ സ്രോതസ്സാണ്. അതുകൊണ്ട് തന്നെ നിറഞ്ഞ കടപ്പാടിൻ്റെയും നിലക്കാത്ത കൃതജ്ഞതയുടെയും കരകണക്കടലും അടക്കി പിടിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ജനങ്ങൾ നൽകിയ ഉജ്ജ്വലമായ ഈ മാൻഡേറ്റിനെ വരവേൽക്കുന്നത്. കോൺഗ്രസിനും സഖ്യകക്ഷികൾക്കും അനുകൂലമായി ഉയർന്നുവന്ന വിധിയെഴുത്തിനെ അക്ഷരാർത്ഥത്തിൽ മാനിക്കുന്നതിനും സത്വര വികസനങ്ങളിലൂടെ ബഹുജനങ്ങളുടെ ആശയാഭിലാഷങ്ങൾ സാർത്ഥകമാക്കാൻ നിതാന്ത ജാഗ്രതയോടെ പ്രവർത്തിക്കാനും കേരളത്തിലെ UDFന്റെ 18 എംപിമാരോടും ഞങ്ങൾ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. എല്ലാ വോട്ടർമാർക്കും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. സ്നേഹപൂർവ്വം മമ്പ്രം പുരുഷോത്തമൻ, കോൺഗ്രസ് ജനപക്ഷ അസംബ്ലി കേരള ചെയർമാൻ.